നമസ്തേ. ഈശ്വര അവബോധത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ത്? അതിൻ്റെ ഗുണമെന്താണ്? അറിവുണ്ടായാൽ അതിൻ്റെ നേട്ടം എപ്രകാരമാണ് ജീവിതത്തിൽ സംഭവിക്കുക? സാധാരണ മനുഷ്യ മനസ്സുകൾക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഈ അധ്യാത്മവിദ്യയൊക്കെ പഠിച്ചിട്ട് എന്ത് നേടാനാണ്? വെറുതെ സമയം കളയാം, ഊർജം കുറഞ്ഞു പോകാനുള്ള കാര്യമല്ലേ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അവരോട് ആദ്യമായിട്ട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ലൗകിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടന്നിട്ട് എന്ത് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഉത്തരം. അപ്പം ഇത്തരം ഒരു ചോദ്യങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്, ഏതൊരു മായാശക്തിയാണോ ഈ ലോകത്തെ കൊണ്ടു നടക്കുന്നത്, ആ ശക്തിയുടെ ഒരു വൈഭവം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ധാരാളം പൈസ ഉണ്ടാക്കി അതെല്ലാം നോട്ട് കെട്ടുകളാക്കി സൂക്ഷിച്ചു വെച്ചു. ദിവസവും രാവിലെ ആ നോട്ട് കെട്ടുകൾ എടുത്തൊന്ന് നോക്കുന്നു, പൊടിയൊക്കെ തൂത്ത് കളഞ്ഞു, വീണ്ടും ചുരുട്ടി കെട്ടി വെക്കുന്നു. അങ്ങനെ നിരവധി വർഷങ്ങളിലെ സമ്പാദ്യം ഏറ്റവും കൂടിയ നോട്ട് കെട്ടുകളിലാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തിൽ നോക്കുമ്പോൾ അറിയുന്നത്, ഇന്ന നോട്ടുകൾ അസാധുവാക്കിയിരിക്കുന്നു. തീർന്നില്ലേ അവിടെ കൊണ്ട് കാര്യങ്ങളൊക്കെ? ഒരു വിലയില്ലാതായി തീർന്നു ആ കടലാസ് കഷ്ണങ്ങൾ മാത്രമായത്. ജീവിതത്തിൽ ധാരാളം സ്വത്തുണ്ടാക്കി, പണമുണ്ടാക്കി, പ്രതാപമുണ്ടാക്കി, പക്ഷെ ഒരു സ്വസ്ഥതയോ ശാന്തിയോ സമാധാനമോ ജീവിതത്തിലില്ല. ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ അയാൾ ജീവിതകാലം മുഴുവൻ ഓടി നടന്നതിന് എന്ത് പ്രയോജനമുണ്ടായി? ഇവിടെ ഗുരുക്കന്മാരുടെ അഭിപ്രായം, എല്ലാവരും ധാർമ്മികമായ മാർഗത്തിലെ പണമുണ്ടാക്കുക, ഈ ലൗകിക സുഖങ്ങളൊക്കെ വേണ്ടതുപോലെ അനുഭവിച്ചുകൊള്ളുക, പക്ഷെ അതോടൊപ്പം അറിവും കൂടെ ഉണ്ടാക്കിയെടുക്കുക. ജീവിതം എന്താണ്? എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ നമ്മൾ ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 4 ശ്ലോകങ്ങളിലായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതിനൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിനോടൊപ്പം നടത്തുക. അതിനൊരു പൈസയുടെ ചെലവും വാസ്തവത്തിലില്ല, മനസ്സ് മാത്രം മതി. വേദങ്ങൾ പഠിക്കുന്നു, അല്ലെ വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡമായ ഉപനിഷത്ത് പഠിക്കുന്നു, അതിനകത്തെ മഹാവാക്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന ഗുരുവിടെ പറയുന്നത്, പ്രജ്ഞാനം ത്വഹമസ്മിന്നും തത്വമസിന്നും അയമാത്മാ ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളൊക്കെ പഠിച്ചാലോ അതിൻ്റെ ഗുണം എന്താണെന്നാണ് പിന്നീട് പറയുന്നത്. സംഗായൻ വിപ്രചര, ഇതതിൻ്റെ ഗുണം ഇതാ വളരെ വ്യക്തമായിട്ട് പറയുകയല്ല. അത് അതിനകത്ത് എന്തെങ്കിലും മൂടി വെക്കേണ്ട കാര്യമോ ഒളിച്ചു വെക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഇതൊക്കെ പഠിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? വിപ്രചര, വിപ്രനായിട്ട് ചരിക്കാൻ സാധിക്കും. വിപ്രൻ ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനിയായിട്ട് ജീവിക്കാം. ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനിയായിട്ട് അല്ലെ ദ്വിജനായിട്ട്, രണ്ടാമത് ഒരു ജന്മം കിട്ടിയവൻ. അറിയാൻ ആത്മജ്ഞാനം കിട്ടുന്ന ആ അവസ്ഥയ്ക്ക് ആ ദ്വിജത്വം എന്ന് പറയുന്നത്. അവൻ രണ്ടാമത് ഒരു ജീവിതമാണ് അവൻ്റെ. ഇത്രയും നാളും സുഖഭോഗങ്ങളിൽ ആണ്ട് മുങ്ങിക്കൊണ്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചയാള് ഇതാ ഒരു രണ്ടാമത്തെ ജന്മത്തിലേക്ക് പോകുന്നു, ഞാൻ ശരീരമല്ല അറിവാകുന്നു എന്നുള്ള അറിവിലെത്തുമ്പോൾ അവൻ ദ്വിജത്വം നേടി. അങ്ങനെ വിപ്രനായിട്ട്, ദ്വിജനായിട്ട്, ബ്രാഹ്മണനായിട്ട്, ബ്രഹ്മജ്ഞാനിയായിട്ട്
ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? സംഗായൻ, നല്ല പാട്ട് പാടിക്കൊണ്ട്. പാട്ടേതാണ്? ഈ മഹാവാക്യങ്ങളൊക്കെ അങ്ങനെ ചൊല്ലുകയാണ്. പ്രജ്ഞാനം ദഹമസ്മി, ഞാൻ ഈശ്വരനാണ്, നീ ഈശ്വരനാണ്, കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ്, ജീവാത്മാവ് ഈശ്വരത്വത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് അതിന്റെ തത്വം മനസ്സിലാക്കി, വെറുതെ പാട്ട് പാടുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെയൊക്കെ യഥാർത്ഥ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്ത മഹാഗുരുക്കന്മാരാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നതെന്നും കൂടെ വിചാരിക്കണം. നിസ്വന്മാരായിരുന്ന, മറ്റൊരു സമ്പാദ്യവും നമ്മളുടെ ദൃഷ്ടിയിൽ ഇല്ലാതിരുന്ന ഗുരുക്കന്മാര് അവരെങ്ങനെയാണ് അവരുടെ ജീവിതാന്ത്യം വരെ കഴിഞ്ഞത്? അവർക്ക് ആത്മബോധം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ സുഖമായിട്ട് സംതൃപ്തിയോടെ ചരിതാർത്ഥ്യത്തോടെ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്നവരുടെ ഒരു നാടാണ് ഈ ഭാരതഭൂമി എന്ന് പറയുന്നത്. ഗുരുക്കന്മാര്, മുനിമാര്, ഋഷിമാര്, നല്ലവരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാര്, അവരുടെയൊക്കെ തപസ്സിന്റെ ഫലം കൂടിയാണ് ഈ ജനത അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ശാന്തി, സമാധാനം, ഐശ്വര്യം എന്നൊക്കെ പറയുന്നത്. അവർക്ക് കാര്യമായിട്ട് ഒന്നുമില്ലായിരുന്നു. ഭഗവാൻ ബുദ്ധൻ തന്റെ ചക്രവർത്തി പദം, മഹാചക്രവർത്തി പദം പോലും ഉപേക്ഷിച്ച് തഥാഗതനായ ആളാണ്, ഭിക്ഷാന്തേഹിയായ ആളാണ്. ഭിക്ഷയെടുത്ത് കഴിയുന്നു മഹാരാജാവിനേക്കാൾ ആനന്ദത്തോടുകൂടി. അവരെ യാതൊരു ദുഃഖവും ബാധിക്കുന്നില്ല. മറ്റേത് എപ്പോഴും ദുഃഖവും ഭയവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് തലത്തിൽ നിന്ന് ആനന്ദത്തിന്റെ ഒരു രാജ്യത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബുദ്ധനാണെങ്കിൽ തന്റെ സുന്ദരിയായ ഭാര്യയോടും കുഞ്ഞിനോടും രാജ്യ പദവിയാകുന്ന വലിയ സുഖമെന്ന് സാധാരണ ആളുകൾ വിചാരിക്കുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് തഥാഗതനായിട്ട് മാറുന്നത്, ബുദ്ധനായിട്ട് മാറുന്നത്. ആ ബുദ്ധത്വം കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് അധ്യാത്മലോകത്തെ ചക്രവർത്തി പദമാണ് കിട്ടിയത്. കുറച്ചാളുകളുടെ ഇടയ്ക്ക് ഒരു സാധാരണ ചക്രവർത്തിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായി തീർന്നു ഈ മഹാചക്രവർത്തി പദം അധ്യാത്മലോകത്ത് ഇത് കിട്ടിയപ്പോൾ. അതിൽ സംതൃപ്തി കണ്ടെത്തിയവർ, ചരിതാർത്ഥ്യം നേടിയവർ, അങ്ങനെയുള്ള മുനിമാരുടെ, ശ്രീനാരായണ ഗുരുദേവനായിരുന്നാലും രമണ മഹർഷിയായിരുന്നാലും, മഹർഷിയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പന്ഥാവിലേക്ക് വന്ന് രമണാശ്രമത്തിൽ എത്തിയതാണ്. അല്ലെങ്കിൽ തിരുവണ്ണാമലയിലെത്തി ജീവിതകാലം മുഴുവൻ അവിടെ സംതൃപ്തിയോടുകൂടി നിർവൃതിയോടുകൂടി കഴിഞ്ഞവർ. അങ്ങനെ ആ നിർവൃതി, ഒരു മുനി അനുഭവിക്കുന്ന നിർവൃതി എന്തെന്ന് ഗുരു തന്നെ നിർവൃതി പഞ്ചകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത്തരം നിർവൃതി അനുഭവിച്ച ഒരു മഹാപുരുഷനെ കണ്ടതിന് ശേഷമാണ്, രമണ മഹർഷിയെ കണ്ടപ്പോൾ എഴുതിയതാണ്, എന്താണ് നിർവൃതി? ഈ ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്നതാണോ നിർവൃതി? ഒരിക്കലുമല്ല. ആത്മനിർവൃതിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് നേടണം. അപ്പം അത് നേടണമെങ്കിൽ ഇത്തരം അറിവുണ്ടാകണം. അറിവുണ്ടായാൽ വിപ്രനായിട്ട് ചരിക്കാം. നല്ല മാനസികമായ നൈർമല്യത്തോടുകൂടി ആണ്. ഗുരു വളരെ രസകരമായൊരു പദമാണ് ഉപയോഗിച്ചത്. അവൻ സംഗായൻ വിപ്രചര, പാടിക്കൊണ്ട് വിപ്രനായിട്ട് ചരിക്കുക. ഈ സത്യം നിരന്തരം പാടിക്കൊണ്ട് നടക്കണം. അപ്പൊ അവൻ വിപ്രനായി. പാട്ടുപാടുന്നത് എപ്പോഴും മനുഷ്യന്റെ മനസ്സിന് ആനന്ദം, സുഖം തോന്നുമ്പോഴാണല്ലോ പാട്ട് പാടുന്നത്. അല്ലാത്തപ്പോൾ പാട്ട് വരത്തില്ല. പാട്ട് ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തേക്ക് വന്ന് സുഖവും സംതൃപ്തിയോടുകൂടി ഇരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദുഃഖിച്ചിരിക്കുമ്പോൾ ആരും പാടാറില്ല. അപ്പം ഇവിടെ നീ അങ്ങനെ ആയിരിക്കണം. നീ എപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. ഏത് പാട്ട്? പ്രജ്ഞാനം തവമസ്മി തത്വമസി തദ്ബ്രഹ്മായം ആത്മേതി എന്ന ഇതി,
ആത്മാ ഇതി സംഗായൻ. ഈ മഹാവാക്യങ്ങളൊക്കെ ഉരുക്കഴിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് പാടിക്കൊണ്ട് നീ നല്ല വിപ്രനായിട്ട് ചരിക്കൂ, നല്ല ആത്മജ്ഞാനത്തോടുകൂടി ബ്രാഹ്മണനായിട്ട് ബ്രഹ്മജ്ഞാനിയായിട്ട് ചരിക്കൂ. അങ്ങനെ നടന്ന മഹാഗുരുവാണ് നമ്മളോട് പറയുന്നത് ഇതൊക്കെ സാധ്യമാണ്, ഈ വിപ്രനായിട്ട് ചരിക്കാം, ഒരു പ്രശ്നവുമില്ല, അനായാസം ചരിക്കാം. അങ്ങനെ ഏവരെയും ഈ വിപ്രവധത്തിലേക്ക് ഗുരു കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എല്ലാവരും അങ്ങനെ കർമ്മണ ജായതേ ശൂദ്ര, ജന്മനാ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്, പക്ഷെ കർമ്മം കൊണ്ടാണ് ഒരുത്തൻ ദ്വിജനാവുന്നത്, ബ്രാഹ്മണനാവുന്നത്, ബ്രഹ്മജ്ഞാനിയാവുന്നത്. അപ്പോൾ ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന മഹാഗുരുവിനോടൊപ്പം യാത്ര ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.